for persons with disabilities. The commission advocated for her case with the Kerala Motor Vehicles Department so she could fulfill her dream. Thomas passed the mandatory driving test and the license was issued to her under provisions in the Right of Persons with Disabilities Act this month. നമസ്കാരം, എൻ്റെ പേര് ജിലുമോൾ മരിയ തോമസ്. ഞാൻ 6 വർഷത്തോളമായി ലൈസൻസിന് വേണ്ടി ശ്രമിക്കുകയാണ്. എൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2018 ആദ്യമായിട്ട് അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ് എന്ന് പറയുന്ന ഒരു സാർ വഴിയാണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നത്. അദ്ദേഹത്തിന് എന്നെ പരിചയപ്പെടുത്തിയത് ഞങ്ങളുടെ തന്നെ ഒരു സിസ്റ്ററാണ്, സിസ്റ്റർ റാണി ജോൺ. ഞാനൊരു ഭയങ്കര നിമിത്തമായ ഒരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കുമളിയിലൊരു സ്കൂളിൽ ഗസ്റ്റായിട്ട് ചെന്നു. അപ്പോൾ അവിടുത്തെ ഫാദർ തോമസ് വയലങ്കിലാണ് എന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്. പിന്നീട് അവിടുന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള യാത്ര ആരംഭിക്കുകയായിരുന്നു. 2018 സെപ്റ്റംബറോടുകൂടി ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ എനിക്കൊരു സെലേറിയോ കാറ് വാങ്ങി തന്നു. അതിനുശേഷം അതിൽ ഓൾട്രേഷൻസ് ചെയ്തു, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരം. പക്ഷേ പല കാരണങ്ങളാൽ എനിക്ക് ഇത് നിരസിക്കപ്പെട്ടു. ചില ഓൾട്രേഷൻസിൻ്റെ വിഷയങ്ങൾ അങ്ങനെ കുറച്ച് വർഷങ്ങൾ നീണ്ടുപോയി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 വർഷത്തോളമായി ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പിന്നാലെയുണ്ട്. അതിനുശേഷം ഞാൻ ബഹുമാനപ്പെട്ട ഭിന്നശേഷി കമ്മീഷണർ SH പഞ്ചാബ് ആകേശൻ സാറിൻ്റെ അടുത്ത് എൻ്റെ ഈ അപേക്ഷ ഞാൻ ഫയൽ ചെയ്തു. അങ്ങനെ എറണാകുളം ഭിന്നശേഷി കമ്മീഷണർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റുമായി സംസാരിച്ച് എറണാകുളം RTOയും നമ്മുടെ എറണാകുളം MVA AR രാജേഷ് സാറും ചേർന്നാണ് എൻ്റെ ഈ ലൈസൻസിൻ്റെ ഞാൻ ഇന്ന് നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നത്. ഇതിന് നമ്മൾക്ക് ഒരുപാട് ഓൾട്രേഷൻസും അതുപോലെ തന്നെ ഒരുപാട് R&Dയുടെ പ്രോബ്ലംസ് നേരിടേണ്ടി വന്നു. ഏറ്റവും ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇപ്പം ഞാനാണ് ഇരു കൈകളും ഇല്ലാതെ ഇവിടെ ആദ്യമായിട്ട് എടുക്കുന്നത് കേരളത്തിൽ, ഇന്ത്യയിൽ സെക്കൻഡാണ്. അപ്പം നമുക്ക് പല പേപ്പർ വർക്കുകളുടെയും അല്ലെങ്കിൽ R&D ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം മാനുഫാക്ചറിങ് കമ്പനികൾ തന്നെ അവരുടെ CSR ഫണ്ടൊക്കെ ഇതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര നല്ല ഒരു ഇതായിരിക്കും. കാരണം പല തരത്തിലുള്ള ഡിസബിലിറ്റിയാണ്. എന്നെപ്പോലെ തന്നെ സിമിലർ ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ പോലും അവർ കാര്യങ്ങൾ ചെയ്യുന്നത് പല രീതിക്കാണ് അവർക്ക് സപ്പോർട്ടും വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ ഭയങ്കര വലിയൊരു സഹായമായിരിക്കും. ബഹുമാനപ്പെട്ട സർക്കാരിനോടും ഈ ഒരു അവസരത്തിൽ എനിക്ക് അതാണ് ഒരു റിക്വസ്റ്റായിട്ട് പറയാനുള്ളത്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നാണ് ലൈസൻസ് ഏറ്റുവാങ്ങിയത്. ഒപ്പം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അതുപോലെ തന്നെ ഫാമിലി ഒക്കെ എന്നോടൊപ്പം ഉണ്ട്. പിന്നെ ആദ്യം മുതൽ എൻ്റെ എല്ലാ വീഴ്ചകളിലും എല്ലാത്തിലും ഒപ്പം ഉണ്ടായിരുന്ന ഒരു ആളാണ് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച പടുതല മരിയ ഡ്രൈവിംഗ് സ്കൂളിലെ ജോസഫ് ചേട്ടനും ഇന്ന് ഇവിടെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് കാറിൽ മെയിനായിട്ട് ഓൾട്രേഷൻസ് ചെയ്തേക്കുന്ന മെക്കാനിക്കൽ സൈഡിൽ ചെയ്തേക്കുന്നത് ബിജു എരുമേലി എന്ന് പറയുന്ന ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള എരുമേലി സ്വദേശിയായിട്ടുള്ളൊരു ചേട്ടനാണ്. പിന്നെ നമ്മളിപ്പം സൗണ്ട് വഴി വോയിസ് കമാൻഡ് വഴി സെക്കൻഡറി കൺട്രോൾസ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന രീതിക്കാണ് ചെയ്തേക്കുന്നത്. അത് ചെയ്തേക്കുന്ന പാലക്കാട് സ്വദേശിയായ വിമൽ വി ഇന്നോവേഷൻസ് ആണ്. എനിക്ക് തോന്നുന്നു എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം ഇതാണ്, പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായിട്ടുള്ളവർ മാത്രമല്ല, മൊത്തത്തിൽ എല്ലാവരും ആകെ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ വളരെയധികം തളർന്നു പോകുന്നതാണ്. എനിക്ക് എപ്പോഴും ഒരു സപ്പോർട്ടെന്ന് പറയാനായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഓരോ അവസരങ്ങളിലും ഒരുപാട് വീഴ്ചകൾ അല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്താണ് ഞാൻ ഈ ഭിന്നശേഷി കമ്മീഷണറുടെ അടുത്ത് എത്തുന്നതും അതിനുശേഷമുള്ള നിരന്തരമായിട്ടുള്ള ഒരു ഹിയറിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ MVA AR രാജേഷ് സാറും ആയിട്ടുള്ള ഈ സ്റ്റേജിലാണ് നമ്മുടെ വി ഇന്നോവേഷൻസ് വിമൽ ചേട്ടനും വരുന്നത്. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരു മീറ്റിങ്ങിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഈ ഒരു വർഷക്കാലയളവിനുള്ളിലാണ് നമ്മളിത് ഭിന്നശേഷി കമ്മീഷണർ അടുത്ത് വന്നിട്ട് നമ്മളിത് നേടിയെടുത്തത്. ഒരുപാട് സന്തോഷം.